ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നൊരു വാട്ടർമെലൺ ഐസാണ്. ഇപ്പോൾ വാട്ടർമെലണിൻ്റെയൊക്കെ ഒരു സീസൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വാട്ടർമെലൺ ഐസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ഐസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വാട്ടർമെലണിൻ്റെ പകുതി വാട്ടർമെലൺ മുഴുവനായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. കുരുവോട് കൂടിയിട്ടാണ് ഞാൻ ഇളക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വാട്ടർമെലൺ എല്ലാം തന്നെ ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ജ്യൂസാക്കി എടുത്തതിന് ശേഷം മധുരം അല്പം മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 4 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് ജ്യൂസ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ ജ്യൂസ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏത് മോൾഡിലാണോ നമ്മൾ ഐസ് തയ്യാറാക്കാനായിട്ട് വെക്കുന്നത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിൽ മുഴുവനായിട്ടൊന്ന് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോൾ വഴിയാണ് നമ്മൾ ഇതിലേക്കൊന്ന് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ മോൾഡിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്ക് തന്നെയോ നമുക്കൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് 6 മുതൽ 8 മണിക്കൂർ വരേക്കും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ 8 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഐസ് ഒന്ന് ഈ മോൾഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐസ് മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 10-15 സെക്കൻഡ് സാധാരണ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ് നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഐസും മോൾഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വാട്ടർമെലൺ ഐസാണ്. ഇപ്പോൾ വാട്ടർമെലണിൻ്റെ സീസണൊക്കെ ഒന്ന് തുടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.